ഐറ്റലിൻ്റെ Itel A26 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതൊരു എൻട്രി ലെവൽ സ്മാർട്ട് ഫോണാണ്. ഈ ഒരു ഫോണിൻ്റെ വില വരുന്നത് 6000 രൂപ പ്രൈസ് റേഞ്ചിലാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് Itel A26 എന്ന ഫോണിൻ്റെ വിശേഷങ്ങളാണ്. ആദ്യം നമ്മൾ ഈ ഫോണിൻ്റെ ഡിസ്പ്ലേയുടെ കാര്യം പറയുകയാണെങ്കിൽ Itel A26ൽ 5.7 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ് വരുന്നത്. അപ്പോൾ അത്യാവശ്യം ചെറിയൊരു ഡിസ്പ്ലേ ആണ് ഈ ഫോണിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഫോണിൽ HD റെസൊല്യൂഷനാണ് കൊടുത്തിട്ടുള്ളത്. ഫോണിൻ്റെ ഫ്രണ്ടിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനുള്ള നോച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനുള്ള നോച്ച് ലഭിക്കുന്നു എന്നുള്ളത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് കൂടിയ റിഫ്രഷ് റേറ്റ് എന്നുള്ള ഫീച്ചറൊന്നും എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. അത് ഈ ഫോണിൽ വരുന്നില്ല. 60 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റുമായിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. 19:9 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഒരു ഫോൺ വരുന്നത്. പിന്നെ ഈ ഫോണിൽ ഫിംഗർ പ്രിന്റ് സെൻസർ കൊടുത്തിട്ടില്ല. അത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് വലിയൊരു കംപ്ലൈൻറ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. പിന്നെ അൺലോക്കിങ്ങിന് വേണ്ടിയിട്ട് ഫേസ് അൺലോക്കിംഗ് ഫീച്ചർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഫോണിൻ്റെ തിക്നെസ് വരുന്നത് 9.9 mm ആണ്. പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഒരു ഫോണിൽ unisoc 9832E എന്ന പ്രോസസ്സറാണ് വരുന്നത്. ഇത് 1.4 GHz ക്ലോക്ക് ചെയ്യുന്ന ഒരു ക്വാഡ് കോർ പ്രോസസ്സറാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇപ്പം ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോണുകളൊക്കെ വരുന്നുണ്ട്. ഇപ്പം അടുത്ത് നോക്കിയ C01+ എന്നൊരു ഫോൺ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഫോണിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള unisoc 9863A എന്ന ഒരു ഒക്ടാ കോർ പ്രോസസ്സറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതായിരിക്കും കുറച്ചും കൂടി പെർഫോമൻസിന് നല്ലത്. പിന്നെ ഈ ഫോണിൽ 2 GB റാമാണ് വരുന്നത്. 32 GB ഇൻറ്റേർണൽ ഇതിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ നോക്കിയ C01+ എന്ന ഫോണിൽ 16 GB ഇൻറ്റേർണൽ മാത്രമേ വരുന്നുള്ളൂ. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഫോണിൽ മെമ്മറി കാർഡ് സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. മെമ്മറി 128 GB വരെ എക്സ്പാൻഡ് ചെയ്യാവുന്നതാണ്. പിന്നെ സോഷ്യൽ മീഡിയ ആപ്പുകളുടെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് സോഷ്യൽ ടെർബോ എന്നുള്ള ഫീച്ചർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഫോണിൽ 3.5 mm ഓഡിയോ ജാക്ക് വരുന്നുണ്ട്. പിന്നെ ആൻഡ്രോയിഡ് 10 ഗോ എഡിഷൻ സോഫ്റ്റ്വെയറുമായിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. ഗോ എഡിഷൻ എന്ന് പറഞ്ഞാൽ പ്രോസസ്സർ അത്രയും പവർഫുൾ അല്ല എന്നുണ്ടെങ്കിൽ ഫോണിൽ അധികം ഹാങ്ങും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സോഫ്റ്റ്വെയറിൻ്റെ ഒരു ലൈറ്റ് വെർഷനാണ് കൊടുക്കാറ്. അതാണ് ഈ ഒരു ഗോ എഡിഷൻ. പിന്നെ ക്യാമറയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. 5 MP മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഫോണിൽ വരുന്നത്. പിന്നെ രണ്ടാമത് ഒരു VGA ലെൻസും കൊടുത്തിട്ടുണ്ട്. സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ 2 MP സെൽഫി ക്യാമറ ആണ് വരുന്നത്. പിന്നെ ഈ ഫോണിൽ 3020 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. 5 വാട്ടിൻ്റെ ചാർജിങ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. ഫാസ്റ്റ് ചാർജിങ് കാര്യങ്ങളൊന്നും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ മൈക്രോ USB ചാർജിങ് പോർട്ടുമായിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. വിലയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഫോണിൻ്റെ വില വരുന്നത് 5999 രൂപയാണ്. നമ്മൾ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ Itel A26 എന്ന ഫോണിൽ അത്രയും മികച്ച ഫീച്ചേഴ്സ് വരുന്നുണ്ട് എന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വേറെ ഓപ്ഷനിലായിട്ട് നോക്കിയ C01+ പോലുള്ള ഫോണുകളൊക്കെ വരുന്നുണ്ട്. ആ ഒരു ഫോണിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സറും വരുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടേണ്ടതാണ്. എന്നാലും ഈ ഒരു ഫോണിലും ചില പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഫോണിൻ്റെ ഫ്രണ്ടിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലെ നോച്ച് വരുന്നുണ്ട്. നോക്കിയ C01+ൽ മുകളിലും താഴെയൊക്കെ വലിയ ബെസൽസ് ആണ് വരുന്നത്. പിന്നെ ഈ ഫോണിൽ 32 GB ഇൻറ്റേർണൽ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഫോണിൽ 16 GB ഇൻറ്റേർണൽ മാത്രമേ വരുന്നുള്ളൂ. എന്തായാലും Itel A26 എന്ന ഫോൺ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഏറ്റവും മികച്ചൊരു ഫോൺ എന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാലും തരക്കേടില്ലാത്ത ഒരു ഫോണാണ് Itel A26 എന്ന ഫോൺ. ഈ ഒരു ഫോണിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.